വേണ്ടി ശുശ്രൂഷകൻ TS ജോർജ് ഇപ്പോൾ ആരാധന നടത്തുകയാണ്. കോട്ടയം മാർ ഏരിയ കത്തീഡ്രലിന് വേണ്ടി ട്രസ്റ്റി ഇപ്പോൾ ആരാധനം നടത്തുന്നു. വള്ളിക്കാട്ട് നേരായ്ക്ക് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മാനേജർ നിർമ്മാച്ചൻ ഫിലിപ്പോസ് നിർമ്മാച്ചൻ ഇപ്പോൾ സെക്കൻഡറി സ്കൂളിന്റെ ബാബാതിരുവേലിക്ക് നവതി ജന്മദിന ആശംസകൾ നേരുവാനായിട്ട് വേദിയിൽ എത്തിയിരിക്കുന്നു. അഭിനന്ദനായ ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്തായെ വളരെ ആദരവോടെ വേദിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റേഴ്സ്, വിവിധ രാഷ്ട്രീയ, സാമുദായിക, സാമൂഹ്യ നേതാക്കന്മാരെ, എൻ്റെ ആത്മീയ മക്കൾ ഏവരുമേ, കർത്താവിൽ ഏവർക്കും സ്നേഹ വന്ദനം. ബലഹീനായ എൻ്റെ സ്വദേശി കൂടിയായ പരിശുദ്ധ പിതാവിൻ്റെ ജന്മദിനത്തിൽ ആശംസകൾ അറിയിക്കുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. ബലഹീനനും പാപിയും അനർഹനുമായ എനിക്ക് സഭാരത്നം എന്ന പദവി നൽകിയത് ഈ പരിശുദ്ധ പിതാവാണ്. വ്യക്തിപരമായും ഞാൻ ഈ പിതാവിനോട് ഏറെ കാര്യങ്ങളിൽ കടപ്പെട്ടിരിക്കുന്നു. ഈ ജന്മദിനത്തിൽ എല്ലാവിധമായ ആശംസകളും ഞാൻ അറിയിക്കട്ടെ. ആധുനികമായ എല്ലാ വെല്ലുവിളികളുടെയും മധ്യേ ഈ സഭാനൗകയെ നയിക്കുവാൻ അഹറോനെ പോലെ ദൈവം വിളിച്ച് വേർതിരിച്ച് അഭിഷേകം ചെയ്ത പരിശുദ്ധ പിതാവിന് സാധിക്കും എന്ന് ബലഹീന ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഉജ്ജ്വല തേജസ്സോട് ദൈവനാമ മഹത്വത്തിനായും സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായും രാജർഷിയായി വാഴുക എന്ന് പിതാവെ ആശംസിക്കുന്നു. ഇത്തരം വ്യാജന്മാരുടെ സാന്നിധ്യം തെളിയിക്കുന്നത് പരിശുദ്ധ പിതാവെ മലങ്കരയുടെ സത്യയിടയനായി യഥാർത്ഥ ഭാവായി അങ്ങ് നീണാൽ വാഴുക. മലങ്കരയിൽ കാതോലിക്ക ഒന്നേ ഉള്ളൂ. അത് പേരിനോട് പരിശുദ്ധൻ എന്ന വിശേഷണം ഉപയോഗിക്കുവാൻ അർഹതയുള്ള ഈ പരിശുദ്ധ പിതാവ് മാത്രമാണ്. പത്രോസിന്റെ പരമാധികാരം യാതൊരു ഓർത്തഡോക്സ് സഭയും അംഗീകരിക്കുന്നില്ല. യേശു ക്രിസ്തു മാത്രമാണ് പരമാധികാരി. കത്തോലിക്ക വിശ്വാസമാണ് പത്രോസിന്റെ പരമാധികാരം. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ അത് വേദവിപരീതവുമാണ്. ആകയാൽ ഇതര വിശ്വാസം ത്യജിച്ചിട്ട് ഓർത്തഡോക്സ് വിശ്വാസത്തിലേക്ക് വിഘടിത വിഭാഗം തിരിച്ചു വരാത്തിടത്തോളം 1934 ഭരണഘടന അംഗീകരിക്കാത്ത കാലം വരെയും മലങ്കരയിലെ ഓർത്തഡോക്സ് പള്ളികളുടെ ഏക അധികാരി അവിടുന്ന് മാത്രമാണ്. ഇത് വിശ്വസിക്കാത്തവർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അധികാരം വിശ്വസിക്കാത്തവരാണ്. പരിശുദ്ധ പിതാവേ, ഞാനൊരു ചരിത്രകാരനല്ല എങ്കിലും ബഹുമാനപ്പെട്ട VC ശൗമേൽ അച്ഛനെ പോലെയുള്ള ചരിത്രകാരന്മാർ പറയുന്നത് യാക്കോബായ സഭ എന്ന പേര് നമ്മുടെ ശത്രുക്കൾ കളിയായി വിളിച്ചിരുന്നതാണ്. 1958 സുപ്രീം കോടതി വിധിയിൽ കാതോലിക്കസിന്റെ ആത്മീയ അധികാരം പറയുന്നിടത്ത് ഭരണപരമല്ല എന്ന് പ്രത്യേകം കാണുന്നുമുണ്ട്. നമ്മുടെ യാക്കോബായ സഹോദരങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വാദിച്ച എല്ലാ വാദങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു. അതിനു മുമ്പും പിൻപും കീഴ്ക്കോടതികൾ എല്ലാം തന്നെ തിരിച്ചും മറിച്ചും വിധി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നിലനിൽക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി മാത്രമാണ്. 1934 ഭരണഘടനയ്ക്കെതിരായ എല്ലാ അവകാശവാദങ്ങളും തെറ്റാണെങ്കിലും നമ്മുടെ സഭ വടക്കൻ പ്രദേശങ്ങളിൽ ഓർത്തഡോക്സ് സഭാംഗങ്ങൾക്ക് വേണ്ടിയാണ് കാതോലിക്കേറ്റ് സെന്ററുകൾ പണിതിട്ടുള്ളത്. യാക്കോബായ സമീപനം നമ്മുടെ തിരുമേനിയുടെ കാക്കത്തിച്ചിട്ടുള്ളതും TM വർഗീസിനെ കൊലപ്പെടുത്തിയിട്ടുള്ളതും ഒരാൾ പോലും ഇല്ലാത്തടത്ത് പള്ളി പണിയുന്നത് ആണ്. ഇത് നിയമത്തിനും ദൈവഹിതത്തിനും എതിരാണ്. ശത്രുക്കളെ സ്നേഹിക്കുക എന്ന കൽപ്പന പ്രകാരം 1934 ഭരണഘടന സ്വീകരിച്ചാൽ അവരെയും സ്വീകരിക്കാമെന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ. ന്യായവിധി മുഴുവൻ പുത്രനെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന വചനപ്രകാരം ദൈവമാത്യന്തികമായ ചരിത്രത്തിലെ അവ്യക്തതകളെല്ലാം മാറ്റി സഭകളെ യോജിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനനായ ഞാൻ 2 വയസ്സ് മൂപ്പനാണെങ്കിലും അങ്ങ് ആത്മീകമായി എൻ്റെ പിതാവാണ്. 5 കാതോലിക്ക ബാബാമാർ എന്നെ വളർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ കാലത്താണ് മിഷൻ ബോർഡിന് ഓരോ ₹1,00,000 തന്നു തുടങ്ങിയത്. മലബാർ മദ്രാസനം അത്ഭുതകരമായി വളർന്നത് അങ്ങയുടെ ഭരണ നൈപുണ്യത്താലും ദൈവാശ്രയത്താലും മാത്രമാണ്.
മുകളിൽ ദൈവമല്ലാതെ മറ്റാരുമില്ലാത്ത മലങ്കരയിലെ കാതോലിക്ക അവിടുന്ന് മാത്രമാണ്. പാപ്പായുടെയോ പത്രികീസിന്റെയോ ഇച്ഛയ്ക്കനുസരിച്ച് ചലിക്കുന്ന നാമധാരികളായ മപ്രിയാന്മാരുടെ മധ്യത്തിൽ മലങ്കരയുടെ തേജസ്വിയായ പിതാവായി അവിടുന്ന് ഞങ്ങളെ നയിച്ചാലും. ബലഹീനനായ ഞാൻ കൽക്കട്ടയിൽ ഉണ്ടായിരുന്നപ്പോൾ ഇന്ത്യ ബർമ സിലോൺ ആംഗ്ലിക്കൻ ചർച്ച് ബിഷപ്പ് എന്നെ കണ്ട് സംസാരിച്ച സന്ദർഭത്തിൽ പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു. നിങ്ങളുടെ കാതോലിക്ക ഡൽഹിയിൽ ഭരിക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് കീഴ്സ്ഥാനിയായിരിക്കും എന്ന്. വിശുദ്ധനായ മാർ തോമാസ് ശ്ലീഹായുടെ പൗരാണികമായ പരിശുദ്ധ സഭയിലെ പ്രധാന പിതാവായി അങ്ങേ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ഋഷിതുല്യമായ ജീവിതശൈലിയും പ്രാർത്ഥനയും മുതൽകൂട്ടായി അങ്ങ് രാജർഷിയെ പോലെ ബലത്തോടും നവദർശനത്തോടും അജഗണത്തെ മേയിച്ച് ഭരിക്കുവാൻ ദൈവത്തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ബലഹീനമായ അനുമോദന പ്രസംഗം അവസാനിപ്പിക്കുകയും അങ്ങയുടെ പ്രാർത്ഥന ഭാവിയായ എനിക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി ബലഹീനായ എൻ്റെയും നിരണം ഭദ്രാസനത്തിൻ്റെയും മിഷൻ ബോർഡിൻ്റെയും നാമത്തിലുള്ള എല്ലാ മംഗളാശംസകളും സവിനയം സമർപ്പിക്കുന്നു. രണ്ടുപേർ കൂടി ഇപ്പോൾ ഹാരാർപ്പണം നടത്തുന്നതാണ്. മുസ്ലിം ലീഗ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റും കോട്ടയം MD സെമിനാരി പൂർവ്വ വിദ്യാർത്ഥിയുമായ അബ്ദുൾ സലാം ഹാജി. പത്തനംതിട്ട DCC പ്രസിഡന്റ് ശ്രീ P. മോഹൻരാജ്. മലങ്കര സഭയുടെ വിവിധ ജീവകാരുണ്യ സംരംഭങ്ങളിൽ പ്രധാനമാണ് വിവാഹ സഹായനിധി വിതരണം. പരിശുദ്ധ ബാവാ തിരുമേനിയുടെ നവതി ആഘോഷങ്ങളോടനുബന്ധിച്ച് സമൂഹത്തിലെ അർഹതയുള്ള 90 കുടുംബങ്ങൾക്ക് 25,000 രൂപ വീതം 22.5 ലക്ഷം രൂപ തുകയായി ഇന്ന് വിതരണം ചെയ്യുകയാണ്. ഈ മീറ്റിംഗിന്റെ സമയപരിമിതി മൂലം പ്രാതിനിധ്യ സ്വഭാവമുള്ള 10 പേർക്ക് മാത്രം ഇപ്പോൾ വിവാഹ സഹായനിധി നൽകുന്നതാണ്. ബാക്കിയുള്ളവർക്ക് ഈ യോഗത്തിന് ശേഷം ക്രമീകരണം അറിയിക്കും. ആദ്യത്തെ വിവാഹ സഹായനിധി വിതരണം പരിശുദ്ധ ബാവാ തിരുമേനിയും, രണ്ടാമത്തേത് ജന പാണക്കാട് തങ്ങൾ അദ്ദേഹവും, മൂന്നാമത്തേത് മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷനായ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്തയും നിർവഹിക്കുന്നതാണ്. പേര് വിളിക്കുന്ന ക്രമത്തിൽ ഗുണഭോക്താക്കൾ ഉടൻ തന്നെ കടന്നു വരണം. പരിശുദ്ധ ബാവാ തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ച് വിവാഹ സഹായം അനുവദിച്ചിട്ടുള്ള കുടുംബങ്ങളുടെ പേര് വിവരങ്ങൾ ഇവിടെ വായിക്കുന്ന മുറയ്ക്ക് മുൻപോട്ട് കടന്നു വന്ന് പരിശുദ്ധ പിതാവിൽ നിന്നും മുഖ്യ അതിഥികളിൽ നിന്നും അത് ഏറ്റുവാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ആദ്യത്തെ പേര് ഓമന വേണു, പ്ലാക്കൈൽ ഹൗസ്, മഞ്ചൂശ്ശേരി. ഓമന വേണു, പ്ലാക്കൈൽ ഹൗസ്, മഞ്ചൂശ്ശേരി. അടുത്ത പേര് വായിക്കുന്നു അബ്ദുൾ മജീദ്, വട്ടവിള ഹൗസ്, തലച്ചിറ. അബ്ദുൾ മജീദ്, വട്ടവിള വീട്, തലച്ചിറ. അടുത്തയാളുടെ വിളിക്കുന്നു ജാനകി, ചാരുവിളയിൽ ഹൗസ്, പറക്കോട് PO, അടൂർ. ജാനകി, ചാരുവിളയിൽ ഹൗസ്, പറക്കോട് PO, അടൂർ. കടന്നു വരണം. പേരുകൾ വായിക്കുന്ന മുറയ്ക്ക് ദയവ് ചെയ്ത് മുൻപോട്ട് കടന്നു വരണം. സമയം വൈകിക്കരുത്. ജാനകി, ചാരുവിളയിൽ ഹൗസ്, പറക്കോട് PO, അടൂർ. അടുത്തത് KG രാജമ്മ, കോട്ടൂർ ഹൗസ്, മാന്നാനം PO, കോട്ടയം. KG രാജമ്മ, കോട്ടൂർ.
KG രാജമ്മ, കോട്ടൂർ ഹൗസ്, മാന്നാനം PO, കോട്ടയം. അടുത്തത് ചന്ദ്രിക പ്രസന്നൻ, പാപ്പറമ്പിൽ ഹൗസ്, കുഴിമറ്റം PO. ചന്ദ്രിക പ്രസന്നൻ, പാപ്പറമ്പിൽ ഹൗസ്, കുഴിമറ്റം PO. എത്രയും വേഗം മുന്നോട്ട് കടന്നു വരിക. അടുത്തത് TK ചന്ദ്രൻ, തൈപ്പറമ്പിൽ വളഞ്ഞവട്ടം. TK ചന്ദ്രൻ, തൈപ്പറമ്പിൽ വളഞ്ഞവട്ടം. അടുത്തത് തോമസ് TK, താനിക്കൽ ഹൗസ്, പുതുപ്പള്ളി. തോമസ് TK, താനിക്കൽ ഹൗസ്, പുതുപ്പള്ളി PO, കോട്ടയം. അടുത്തത് രാജമ്മ ഉദയഭാനു, പുത്തൻ വീട്ടിൽ, കോഴിമല PO, തിരുവല്ല. രാജമ്മ ഉദയഭാനു, പുത്തൻ വീട്ടിൽ, കോഴിമല PO, തിരുവല്ല. അടുത്തത് രാജമ്മ ഉദയഭാനു, മുമ്പോട്ട് കടന്നു വരണം. രാജമ്മ ഉദയഭാനു, പുത്തൻ വീട്ടിൽ, കോഴിമല, തിരുവല്ല. അടുത്തത് രവി PT, പുതുക്കാട്ടിൽ, ചെങ്ങമണ്ണിൽ, വള്ളംകുളം PO, തിരുവല്ല. രവി PT, പുതുക്കാട്ടിൽ, ചെങ്ങമണ്ണിൽ, വള്ളംകുളം PO, തിരുവല്ല. അടുത്തത് സക്കറിയ ജോർജ്, തുമ്പാട്ട് വടക്കേതിൽ, മുളവിള, വടക്കേവിള PO, കൊല്ലം. സക്കറിയ ജോർജ്, തുമ്പാട്ട് വടക്കേതിൽ, മുളവിള, വടക്കേവിള PO. ഇനിയും അവശേഷിക്കുന്നവർക്ക് ഈ മീറ്റിംഗിന് ശേഷം വിവാഹ സഹായനിധി വിതരണം ചെയ്യുന്നതാണ്. വിശ്വാസപരവും ചരിത്രപരവുമായ കാരണങ്ങളാൽ വഴിപിരിഞ്ഞെങ്കിലും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രിയപുത്രിയാണ് മലങ്കര മാർത്തോമാ സുറിയാനി സഭ. അറുത്തു മാറ്റാനാവാത്തതാണ് ആ പുക്കിൾക്കൊടി ബന്ധം. മാതൃസഭയുടെ വലിയ ഇടയന് പ്രണാമങ്ങൾ അർപ്പിക്കാൻ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്തായെ സാദരം ക്ഷണിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട തിരുമേനിമാരെ, വേദിയിലുണ്ടായിരുന്നതായ സഹോദരി സമുദായത്തിൻ്റെ പ്രതിനിധികളെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ഏവർക്കും വന്ദനം. ഇന്ന് ഇവിടെ വരുന്നത് ബാബാ തിരുമേനിയുടെ 90-ാം ജന്മദിനത്തിൽ ആശംസകൾ അറിയിക്കുന്നതിനും ഉള്ള ക്ഷണം ലഭിച്ചപ്പോൾ ഞാൻ അതിയായിട്ട് സന്തോഷിച്ചു. മലങ്കര സഭയിലെ ആചാര്യന്മാരെ ദൈവം ദീർഘായുസ് കൊണ്ട് തൃപ്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. അവരുടെ ജീവിതത്തിൽ കൂടെ നമുക്ക് ലഭിച്ചതായിട്ടുള്ള ധന്യതയെ നമുക്ക് ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രണ്ടാമതായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, നമുക്ക് ലഭിച്ചിട്ടുള്ള പൗരസ്ത്യ പൈതൃകം എന്ന് നിലനിർത്തേണ്ടതാകുന്നു എന്നുള്ളതാണ്.